ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയിൽ നാം ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വീണ്ടും സാവകാശം തന്നു, ആരോഗ്യവും ആയുസ്സും തന്നു. ഇതുവരെ നിർത്തി ആ നല്ല കർത്താവിനെല്ലാം മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ചില ദിനരാത്രങ്ങൾ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനൊക്കെ ദൈവം നമുക്ക് ഭാഗ്യ പദവി ഒരുക്കി. ഈ ദേശത്തേക്ക് ദൈവദാസന്മാരെ ദൈവനിയോഗത്താൽ ഐക്യപ്പെട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നമുക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. നാം എല്ലാം ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. വീണ്ടും ഞാൻ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നാം ഈ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ഇതിന്റെ ശീർഷകം ഒന്നുമില്ല, ഇത് ആരെഴുതി എന്ന് കാണുന്നില്ല. എങ്കിലും എഴുതിയ സാഹചര്യം, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇസ്രായേൽ ജനം അവരാരാധിക്കുന്ന ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ച ഒരു സാഹചര്യം വരുമ്പോൾ ചുറ്റുമുള്ള ജാതികൾ ഒക്കെ പറയുവാനിടയായി, ഇവരെ ദൈവം മറന്നുപോയോ? ഹല്ലേലൂയ. ആരാധിച്ചിരുന്ന ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചു പോയോ? കാര്യം അവര് ചില വിപത്തുകൾ, ദേശീയ വിപത്തുകളൊക്കെ നേരിടുമ്പോൾ പറയും എന്ന് നമുക്ക് ഇന്നും കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവരെ മറക്കുന്നവനല്ല. അതുപോലെ നമ്മയും നമ്മുടെ ചിലരെങ്കിലും പറയുവാൻ കഴിയും, നമ്മെ ഈ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞോ. എന്നാൽ പറയട്ടെ, നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ഇതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തേണമേ. ഒരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ് ഈ സങ്കീർത്തനം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഏത് വിടുതലുകളോ ഏത് അനുഗ്രഹങ്ങളോ ലഭിക്കുമ്പോൾ നമ്മളല്ല മഹത്വപ്പെടേണ്ടത്, സ്വർഗത്തിലെ ദൈവം മഹത്വപ്പെടണം. ഹല്ലേലൂയ. അവന്റെ മഹത്വമുള്ള സാക്ഷികളായി നമ്മൾ നിൽക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവന്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ദൈവത്തെ, ഈ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ രക്ഷകന്, യേശു എനിക്ക് സൗഖ്യം തന്നു, യേശു എന്നെ വിടുവിച്ചു, എന്നെ രൂപാന്തരപ്പെടുത്തി, ഇത് ലോകത്തോട് വിളിച്ചു പറയുകയാണ് സാക്ഷ്യം. ഏറ്റവും വലിയ സാക്ഷ്യം അതാ. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം. മറ്റു വാക്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, ഇതിനിടയ്ക്ക് നമ്മളൊക്കെ എടുത്ത സങ്കീർത്തനങ്ങളാണ്. എന്നാൽ ധ്യാനത്തിൽ ലഭിച്ച ഒരു വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളെ ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. മതി. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ആരെയാണ് കർത്താവ് ഓർക്കുന്നതും അനുഗ്രഹിക്കുന്നതും? അതിന്റെ മുകളിലുള്ള ഒരു വാക്യം കൂടെ വായിച്ചാൽ ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാം. പാപത്തോട് വിട പറഞ്ഞവർ, ലംഘനങ്ങൾ മറയ്ക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ലംഘനം മറച്ചും പാപം മറച്ചും ലംഘനം ഒക്കെ മറയ്ക്കപ്പെട്ടവര്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടവർ, അവരെയാണ് ആര് ഭക്തന്മാരെന്ന് പറയുന്നത്. അവരാരെ ആശ്രയിക്കുന്നത്? ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്നവരെ എന്റെ ദൈവം ഓർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അല്ലാത്തവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് ഓർക്കുന്നുണ്ട്, അവരെ ഓർക്കുന്നുണ്ട്. എന്നാൽ ഓർത്ത് വിടുതൽ നൽകി നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമോ? ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം, ഹല്ലേലൂയ, ദൈവത്തോടുള്ള ഹല്ലേലൂയ. എന്താ പറയുന്നത്? ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരായിരിക്കണം. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവരായിരിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിരിക്കണം.
ആ തങ്കച്ചോര നിഷ്കളങ്ക രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആമേൻ നിഷ്കളങ്കരായി മാറുകയാണ്. പിന്നെ പാപത്തോട് നമ്മൾ വിട പറഞ്ഞവരാണ്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. കർത്താവിന്റെ മേശ നമ്മുടെ മുൻപിൽ ഇരിക്കുകയല്ലേ. ജീവിത വിശുദ്ധി, വേർപാട്, ഇതെല്ലാം അനുഷ്ഠിക്കുന്നവർക്കാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടവര്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആമേൻ ആ ദൈവ പൈതലിന് ആ ഉയരത്തിൽ നിന്ന് സഹായവും പരിചയവും ഉണ്ട്. അവരെയാണ് എന്ത് ചെയ്യുന്നത്? ഓർക്കുന്നത്. അവൻ അനുഗ്രഹിക്കും എന്നവിടെ പറയുന്നു. നമ്മുടെ ദൈവം ഓർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിങ്ങളെ ആരും ഓർത്തില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ലോകം മുഴുവനും നിങ്ങളെ മറന്നാലും നിങ്ങളെ ഓർക്കുന്ന ഒരു അപ്പച്ചൻ ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മെ ഓർത്ത് കഴിഞ്ഞാൽ അനുഗ്രഹം ഉറപ്പാണ്. നമ്മെ ഓർക്കുന്ന ഒരു അപ്പച്ചനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും ഓർക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോയിട്ടില്ലേ? ആമെ സ്വന്തപ്പെട്ടവർ ആമെ ഓർക്കാമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ അവർ മാറിപ്പോകുമ്പോൾ പലപ്പോഴും വിഷമമുണ്ടായിട്ടില്ലേ? ഇന്ന് പകൽക്കാലം വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മെ ഓർക്കുന്ന ഒരു അപ്പച്ചൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് മറവിയില്ല കേട്ടോ. മനുഷ്യനായി എപ്പോഴും മറവി. മറവി ഒരു കണക്കിന് അനുഗ്രഹവുമാണ്. എന്നാൽ മറവി പലപ്പോഴും പല പരാജയങ്ങൾക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യും. ആമേൻ. ഞാനിങ്ങനെ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർത്തു പോയാണ് നമ്മുടെ വീട്ടമ്മമാരൊക്കെ സഹോദരിമാരൊക്കെ പാചകം ചെയ്യുമ്പോഴേ ആമേൻ അത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ കോൾ വരുന്ന അതിൽ ലയിച്ചു കഴിയുമ്പോൾ ഈ പാചകത്തിന്റെ കാര്യം അങ്ങ് ചിലപ്പോൾ മറന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫ്ലേവർ ഇങ്ങനെ കൂടി നിൽക്കുകയായിരിക്കും. അപ്പൊ കരിഞ്ഞ മണം വരുമ്പോഴാണ് അയ്യോ ഓർത്തു ഓടിച്ചെന്ന് നോക്കുമ്പോഴേ ആകെ ശശിയായി. പിന്നെ അതങ്ങെടുത്ത് വെള്ളത്തിൽ കൊണ്ടങ്ങ് വെച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനുഷ്യൻ എപ്പോഴും മറവിയുള്ളവനാണ്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം മറക്കുന്നവനല്ല. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ നമ്മുടെ കർത്താവ് നമ്മെ ഓർക്കുന്നു. നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മെ ഓർക്കുന്നില്ല. ആമേൻ. മാതാപിതാക്കളെ അടിച്ചിറക്കി ഗേറ്റിന് പൂട്ടിട്ട് വെളിയിലിടുന്ന കാലമാണ് ഇന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആമേൻ മാതാപിതാക്കളെ മറക്കുന്ന തലമുറ പോരാ, കുഞ്ഞുങ്ങളെ മറക്കുന്ന തലമുറകളെ മറക്കുന്ന മാതാപിതാക്കൾ, ഇത് രണ്ടുമുണ്ട്. കുഞ്ഞുങ്ങളെ വലിച്ചെറിയ കിണറ്റിലൊക്കെ കൊണ്ടുവന്ന കൊന്നുകളയുക. എന്തൊരു കാലം. ഹല്ലേലൂയ. അപ്പോൾ ഈ മറക്കുന്ന മനുഷ്യ സഹജമാണ്. ആമേ എന്തിനാ അവരവരുടെ സ്വാർത്ഥ ആ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു നൊടി കാലഘട്ടത്തെ സുഖലോലുപത്തിനു വേണ്ടി ആമേ എന്തും മനുഷ്യൻ ചെയ്യാൻ മടിക്കാത്തൊരു കാലം. രക്തബന്ധങ്ങളെ മറക്കുന്നൊരു കാലഘട്ടം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആമേ ഈ ലോകം നമ്മെ മറന്നാലും മറക്കാത്ത ഒരുവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. 47-ാം അധ്യായമാണോ 49-ാം അധ്യായം. ഒരു സ്ത്രീ തന്റെ മകനെ മറക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന്. ഏത് സമയത്തും നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ. നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞവനാ. നിന്റെ പ്രായ ക്ഷീണം വരുമ്പോൾ ഹല്ലേലൂയ ലോകം കൈവിട്ടേക്കാ. ഹല്ലേലൂയ. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിന്റെ കൂടെ ഉള്ളവർ സന്തോഷത്തോടെ നിന്നോട് കൂടെ ചേർന്നിരിക്കാം. എന്നാൽ ആമേ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്തും ഹല്ലേലൂയ തള്ളിക്കളയാത്തൊരപ്പച്ചനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഓർഫനേജുകളിലൊക്കെ കൊണ്ടുവിടുന്നതായ മാതാപിതാക്കൾ ആമേ വിദേശത്തുള്ളവരുടെ കാര്യമല്ല, ഈ സ്വദേശത്ത് തന്നെ അവർ കൊണ്ട് ആമേ തള്ളിവിടുകയാണ്. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആമേ നമ്മുടെ കർത്താവ് നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതിനു മുൻപ് നമ്മെ ഓർക്കുന്നില്ലെന്നൊന്നുമല്ല കേട്ടോ. നമ്മുടെ കർത്താവ് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു മുൻപ് നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചെയ്യാൻ വെളിപ്പെട്ടു വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓർക്കുന്നു എന്ന് പറയുന്നത്. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു. യെസ്, ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ആമേൻ, 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 ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അവൻ ഓർക്കുന്ന ദൈവമാ.
ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവൻ നിവർത്തിക്കുന്നത് തന്നെ, ആമേൻ, അരുളി ചെയ്ത് തന്നെ അവൻ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഹല്ലേലൂയ. ദൈവം ഓർക്കുന്നവനാ. അപ്പോൾ നിന്റെ തലമുറയെ ദൈവം ഓർക്കും, നമ്മെ അവൻ ഓർക്കും. ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നൊരു വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വന്നേ. ഭക്തന്, ആമേൻ, നോഹയുടെ വംശപാരമ്പര്യമൊക്കെ നമുക്കറിയാം. അവൻ നീതിമാനായിരുന്നു. ആമേൻ, ആ നീതിമാനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യം 1, 2, 3, 4, 5 വാക്യം ഉച്ചത്തിൽ വായിച്ചാണ്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. നോഹയും നോഹയുടെ കുടുംബത്തെയും അതിൽ കയറ്റിയ എല്ലാ മൃഗങ്ങളെയും കർത്താവ് ഓർത്തെന്ന്. അതിനു മുൻപ് ഓർത്തില്ലെന്നാണോ? കർത്താവല്ലേ പെട്ടകത്തിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ കൊടുത്ത് പണിയാൻ, അതിൽ കയറ്റാനൊക്കെ പറഞ്ഞത്. അപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഓർക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വീണ്ടും അവർക്ക് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. ഭൂമിമേൽ കർത്താവ് ഓർത്തു കഴിഞ്ഞപ്പോൾ ഭൂമിമേൽ ഒരു കാറ്റടിപ്പിക്കുകയാണ്. വെള്ളം നിലച്ചു. ദൈവം അതെ, വെള്ളം നിലയ്ക്കുകയാണ്. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. വെള്ളം കുറഞ്ഞു തുടങ്ങി. ദൈവം ഓർത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവം ഓർത്തു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ചില പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്, ആമേൻ, ക്ഷീണിച്ചു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നെ ഓർത്തു കഴിയുമ്പോൾ, നിന്റെ ശരീര മണ്ഡലങ്ങളിലാകട്ടെ, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളിലാകട്ടെ, നിന്റെ തലമുറയുടെ ആവശ്യങ്ങളിലായിരിക്കട്ടെ, അവൻ ഓർത്താൽ ഒരു പണി തുടങ്ങി കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. കണ്ടോ, പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചെന്ന്. ആടി ആടി നടന്നത്. ഇനി ഇത് ഉറയ്ക്കുമോ എന്ന് ഭാരപ്പെട്ട് കാണും. എന്നാൽ ഉറപ്പിക്കുന്ന ഒരു കർത്താവാ. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്റെ തലമുറയെ അതേ ആമേ ഉറപ്പിക്കത്തില്ലെന്ന് വാതുകെട്ടി ആമേ പിശാചി വെല്ലുവിളിച്ച് നിൽക്കുമ്പോഴും നടന്നെന്ന് വിശ്വസിച്ച് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ശാശ്വതമായ ഒരു ഭാവി അവൻ ഉറപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ഇസ്രായേൽ ജനം 400 വർഷം മിസ്രൈമി അടിമത്തത്തിൽ, ഫറവോന്റെ അടിമത്തത്തിൽ ഊഴിയ വേല ചെയ്യുന്ന പണി, ഇഷ്ടിക ചൂളയിലെ കുഞ്ഞുങ്ങളെ നേരാമണ്ണം നോക്കുവാൻ കഴിയാതെ അവിടുന്ന് കഷ്ടം അനുഭവിക്കുമ്പോഴും കർത്താവ് ഓർത്തില്ലയോ? ഓർത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഒരു ദിവസം ഓർത്തു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം 23, 24, 25 വാക്യം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. കണ്ടോ, നിയമം ചെയ്തത്, തനിക്കുള്ള നിയമം അവരോട് ചെയ്തത് ദൈവം ഓർത്തെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. അവിടുന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ അവരുടെ വിടുതൽ ആരംഭിച്ചു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കണ്ട, ഞാൻ അവരുടെ സങ്കടം അറിഞ്ഞു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. കഷ്ടത കണ്ടു. അന്നേരം മാത്രമല്ലത് കണ്ടത്, അതിന് മുൻപുള്ള കഷ്ടത കണ്ടു, കഷ്ടപ്പെടുത്തിയവരെ കണ്ടു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എന്നെ ആരും അറിയുന്നില്ല, എന്റെ ദൈവം എന്നെ കൈവിട്ടോ, എന്റെ രക്തബന്ധങ്ങൾ എന്നെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ഒരു സമയം അതിവിദൂരമല്ല.
ഓ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക. ഓ ഹല്ലേലൂയ. ദർശനത്തിന് അവധി ദൈവം വയ്ക്കും. അവധിയേ ഉള്ളു കേട്ടോ. അവധിക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്, ഒരു ഗ്രേസ് പീരീഡ് എന്ന് വേണേലും ഒന്ന് പറയാം. അത് കഴിഞ്ഞാൽ ഒരു വിടുതല. ദൈവം വിടുവിക്കാൻ തുടങ്ങി ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല. ഒരു ഫറവോനും തടയുവാൻ കഴിയത്തില്ല. ഓ ഏത് വിധേന നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് മാർഗമുണ്ട്. ചെങ്കടൽ ഒരു വിഷയമല്ല, യോർദാൻ ഒരു വിഷയമല്ല. യേശുവിന്റെ രക്തം ജയം. ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അമ്മേ ഓർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സങ്കീർത്തനത്തിലാണ്, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അരഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെ എല്ലാം അനുഗ്രഹിക്കും. അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല കേട്ടോ. യഹോഭക്തന്മാരായ ചെറിയവരെ വലിയവരെ അനുഗ്രഹിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ ലോകം ചെറിയവരെയൊക്കെ തള്ളിക്കളയും. ലോകത്തിന്റെ ഒരു സീറ്റിലും അവർക്ക് സ്ഥാനം കൊടുക്കത്തില്ലായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ എളിയവരെ ഓർക്കുന്ന ദൈവമാ, അനാഥരെ ഓർക്കുന്ന ഒരു ദൈവമാ, വിധവമാരെ ഓർക്കുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട. ചെറിയവരെ ലോകം മാറ്റി നിർത്തുമ്പോൾ നിന്നെ മാറ്റി നിർത്തുന്നവനല്ല, നിന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അപ്പച്ചനെയാ ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങളെ കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനെയാ നീ ആരാധിക്കുന്നത്. അവൻ സർവശക്തനാ, അവൻ അവൻ സർവശക്തൻ. നിന്നെ ആമേൻ വിലക്ക് വാങ്ങി നിന്റെ ഉടമസ്ഥൻ, നിന്നെ വീണ്ടെടുത്ത ഒരു നല്ല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആമേൻ. നമുക്കറിയാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിന്റെ ഹല്ലേലൂയ വാക്കിനനുസരിച്ച് നടന്ന തേജോമയനായ ദൈവത്തിന്റെ ഹല്ലേലൂയ ഓ വാക്ക് കേട്ട് പുറമോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കാട്ട് അനുസരിച്ച് നടന്ന, പ്രാർത്ഥിക്കുന്ന, യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമിനെ ഓർത്ത് ഒരു ലോത്തിനെ വിടുവിച്ചെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ, നീ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയെ ഓർക്കുന്ന ഒരു ദൈവമാ. നീ പുസ്തകം പിടിച്ചെങ്കിൽ, ഈ പുസ്തകത്തിന് വേണ്ടി നീ നിന്നെങ്കിൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നെങ്കിൽ, നിന്നെ ഓർക്കുന്ന, നിന്റെ തലമുറയെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബ്രാക്കറ്റ് പീരീഡുകൾ നമ്മൾ തോന്നിപ്പോകുമ്പോൾ ദൈവം ഓർക്കുന്നില്ലയോ? വിശുദ്ധനുമായ യോസഫ് നമുക്കൊരു നല്ല ഉദാഹരണമാണ്. യോസഫ് കുണ്ടറയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. പാനപാത്ര വാഹനക്കാരുടെ പ്രമാണിയും കൂടെ ഉണ്ട് കേട്ടോ. പാനപാത്ര വാഹനക്കാരുടെ പ്രമാണിയോട് യോസഫ് ദർശനത്തിൽ പറഞ്ഞു, പ്രവചനാത്മാവില്ല പറഞ്ഞു, നിനക്കൊരു വിടുതലുണ്ട് കേട്ടോ, നിനക്ക് പഴയ ജോലി കിട്ടും കേട്ടോ. ഹല്ലേലൂയ. നീ എൻ്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. നീ അവിടെ പോയി ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നീ ശുഭമായിരിക്കുമ്പോൾ ഈ കുണ്ടറവാസം എനിക്കൊന്ന് അവസാനിപ്പിക്കണമെന്ന് ആ ഹൃദയത്തിന്റെ ആഴകളിൽ നിന്നുള്ള ആ ഹൃദയത്തിന്റെ നൊമ്പരത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, നീ എന്നെ ഒന്ന് ഓർക്കണമെന്ന്. ഓർത്തോ പ്രിയപ്പെട്ടവരെ? ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഇതാ മനുഷ്യന്റെ സ്വഭാവം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഓർക്കാതിരിക്കും കേട്ടോ. അവരെ നിങ്ങൾ നമ്പരുത്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവൻ ശുഭമായിരുന്നപ്പോൾ ആമേൻ വേദപുസ്തകം പറയുന്നു അവനെ മറന്നു കളഞ്ഞു. എന്നാൽ കർത്താവ് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 105 സങ്കീർത്തനത്തിൽ, ഓ രാജാവ് ആളയച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ഒരു രാജാവ് ആളയച്ച പോകണം കേട്ടോ. രാജാവ് ആളയക്കുമ്പോൾ നീ അവിടെ അമാന്തിച്ചിരിക്കരുത്. ചില ഹല്ലേലൂയ ചില കർമ്മയോഗികൾ ആമേൻ രാജാവ് ആളയച്ചാലും പോകത്തില്ല. ഇന്ന് പകൽക്കാലം രാജാവ് നിന്നെ വ്യത്യസ്തനാക്കി നിന്നെ അയക്കുമ്പോൾ പോണം. ഹല്ലേലൂയ. അവന്റെ സ്ഥിതി മാറ്റിയില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം ആമേ ഓർക്കുന്നത് ആ വിഷയമെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ 136 സങ്കീർത്തനം 26 വാക്യത്തിലുണ്ട്, താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഓ
ഓ ഹല്ലേലൂയ. നമ്മെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന്റെ ദയ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. അന്ന് പ്രവർത്തിച്ചവന്റെ ദയ ഇന്നും നിന്റെ കൂടാരത്തിലുണ്ട്, നിന്റെ തലമുറയിലുണ്ട്. ഇന്ന് പകൽക്കാലം അവന്റെ കരുണ കുറഞ്ഞു പോയിട്ടില്ല. അവനെ ഓർക്കുക. നാം ദൈവത്തെ മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ അകൃത്യമൊക്കെ മോചിച്ചില്ലേ, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കിയില്ലേ. ഹല്ലേലൂയ. ദൈവത്തെ ഓർക്കണം കേട്ടോ. ഓ, മറന്നു പോകരുതെന്ന. ദൈവം നമ്മെ ഓർക്കുമ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, നാം ദൈവത്തെ മറക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രതിയോഗിയായ ഒരു പ്രതിയോഗി ഹന്നയെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാ. നിനക്ക് മക്കളിൽ, എനിക്ക് കണ്ടോ ഇത്ര മക്കള്, നിന്നെ ദൈവം കൈവിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും അവൾ ദൈവസന്നിധിയിൽ ഒന്ന് ഹൃദയം പകർന്നു കേട്ടോ. അവൾ ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ദൈവത്തോട് തീരുമാനമെടുത്തു, കർത്താവ് എനിക്കൊരു പുരുഷ പ്രജയെ വേണമെന്ന്. ദൈവം ആദരിച്ചില്ലേ? റാഹേലിനെ ഓർത്ത് ഒരു സന്തതിയെ കൊടുത്തില്ലേ? ഓ, ആരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ. ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നെ ഓർത്തുക, അവിടുന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. തലമുറയില്ലാത്തവർക്ക് എന്റെ ദൈവം തലമുറയെ നൽകും. അബ്രഹാമിനെ ഓർത്ത്, റാഹേലിനെ ഓർത്ത്, ഹല്ലേലൂയ. ആമേൻ. സാറയെ ഓർത്ത് ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഹന്നയെ ഓർത്തവൻ നമ്മെ ഓർക്കുന്ന ദൈവമായി. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ഓർത്ത് വിടുതൽ പ്രാപിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം. അതിന്റെ ഒന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചേക്കാം. ഒന്നാം വാക്യം എന്തുവാ? ഇതെല്ലാം വിടുതൽ പ്രാപിക്കുമ്പോൾ മറക്കരുതെന്നുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അതേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഹല്ലേലൂയ. അപ്പോൾ ഓർത്ത് വിടുതൽ പ്രാപിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. രണ്ടാമത് ആമേ ഒരു ചിന്തയോടെ വായിക്കാം. നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും ആമേ ദൈവം നമ്മെ ഓർക്കുന്നവനാണെന്ന്. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച്. എബ്രായർ 6:10 വേഗത്തിലിരിക്കാം. 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. കണ്ടോ, ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും, ഇതിനു മുൻപ് ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഇപ്പോൾ പ്രസന്റ് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല, ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു പാത്രം തണ്ണീർ എളിയ ഒരു ശിഷ്യന് കൊടുത്താലും ഓർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ലെന്ന്. ദൈവം ഓർത്ത് നമ്മളെ വിടുവിക്കുമ്പോൾ ദൈവം നമ്മെ ഈ വിഷയത്തിന്മേലും നമ്മളെ ഓർത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 40 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ, 42 വരെ. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഒരു ചെറിയ വിരൽ ഒരുത്തന്, ശിഷ്യൻ എന്ന് വെച്ച ഒരു ചെറിയ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ പ്രവൃത്തികളെ ഓർക്കുന്ന ഒരു ദൈവമാ. ആമേ, നീ കർത്താവിന് വേണ്ടി നിന്നത്, കർത്താവിന് വേണ്ടി നഷ്ടം സഹിച്ചത്, ആമേ, നിന്റെ പല സമയങ്ങളും ആരാധനയ്ക്കായി നീ വേർതിരിച്ചത്, ആമേ, ദൈവദാസന്മാരെ ഭവനത്തിൽ ഉൾക്കൊണ്ടത്, ഇതെല്ലാം ദൈവം ഓർക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 25-ാം സങ്കീർത്തനം, അല്ല അതിന് മുൻപായിട്ട് ഒരു വാക്യം ഇവിടെ 19-ാം മത്തായി എഴുതിയ സുവിശേഷം 19:29 ഒന്ന് വായിച്ചേ. 19:29. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ
അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് നിലങ്ങളെയോ വിട്ട് അമ്മ നഷ്ടപ്പെട്ടാൽ എല്ലാം 100 മടങ്ങ് ലഭിക്കും. എല്ലാം 100 മടങ്ങ് ലഭിക്കുമെന്ന്. എന്റെ നാമനിമിത്തം വിശ്വാസത്തിന് വേണ്ടി നീ നിന്നത് കൊണ്ട് വീടുകൾ നഷ്ടപ്പെട്ടേക്കാം, സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയേക്കാം, അപ്പനും അമ്മയും ആമേ പടിയടിച്ച പിണ്ടം വെച്ച നിന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞേക്കാം, നിലങ്ങളെയൊക്കെ കിട്ടാതെ വിട്ടുകളഞ്ഞെന്ന് നിനക്ക് വരും. എന്നാൽ 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെ നിനക്ക് തരും. അത് ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മൂന്നാമത് 25-ാം സങ്കീർത്തനം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 25-ന്റെ 7. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കേണമേ. ദൈവം നമ്മെ ഓർത്ത് വിടുവിക്കുന്നതിന്റെ പിന്നില് ബാല്യത്തിലെ പാപങ്ങൾ ലംഘനങ്ങളെല്ലാം മറയപ്പെടണം. ആമേൻ. ഓർത്ത് കഴിഞ്ഞാൽ ആർക്കാ നിലനിൽക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. 130-ാം സങ്കീർത്തനം ആമേന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? അങ്ങനെയെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം ക്ഷമിച്ചൊക്കെ കിട്ടിയ മനുഷ്യനാണ് നമ്മൾ. ഹല്ലേലൂയ. ആ ബാല്യത്തിലെ പാപങ്ങളെ ലംഘനങ്ങളെയൊക്കെ നമ്മുടെ കുറവുകളെയൊക്കെ ഓർത്തു കഴിഞ്ഞാല് ദൈവം വിശുദ്ധനാ, വിശുദ്ധിയിൽ ഭയങ്കരനാ, നമ്മെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. അതെല്ലാം കടലിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞെന്റെ കർത്താവ് അത് പിന്നെ അവൻ ഓർക്കുകയില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഹല്ലേലൂയ ഓർക്കാത്ത ഒരു കാര്യം അതാണ്. ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, അവൻ ക്രിസ്തുവിലാകുമ്പോൾ പഴയതെല്ലാം കഴിഞ്ഞു, ഇതാ പുതിയതായി അവൻ മാറുകയാ. ഇതാ സകലതും പുതിയത്, പുതിയ ഹൃദയം, ഇതെല്ലാം നമുക്ക് നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ നമ്മൾ ഓർക്കണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവം നമ്മെ ഓർത്താൽ അതിന്റെ പിന്നിൽ അനുഗ്രഹമുണ്ട്. ഇതെല്ലാം ലഭിക്കുമ്പോഴും ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുന്നു. ആമേൻ. 25-ാം വാക്യം 43-ന്റെ 25. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു. ഞാൻ എല്ലാ അകൃത്യങ്ങളെയും മായിച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഞാൻ നിന്റെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ പാപങ്ങളെ എല്ലാം ക്ഷമിച്ചു തന്നെങ്കിൽ അവൻ നമ്മെ ഓർക്കും കേട്ടോ. നമ്മുടെ കുടുംബത്തെ ഓർക്കും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർക്കും. ഓർത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അനുഗ്രഹമുണ്ട്. ഇന്ന് പകൽക്കാലം കടന്നൊന്ന് വിശ്വസിച്ചാട്ട് ഹല്ലേലൂയ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനത്തില് ആമേ കാണുന്നുണ്ട്, വേറൊരു വാക്യം ഇങ്ങനെയുണ്ട്, പാപങ്ങളെ ആമേ അകറ്റി ആമേ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ എന്റെ യേശു വന്നു. എന്റെ യേശു ആമേ നമുക്ക് വേണ്ടി സ്വർഗത്തില് ആമേൻ ഹല്ലേലൂയ വീട് പണിതുകൊണ്ടിരിക്കുകയാ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട. എന്നിലൊന്ന് വിശ്വസിച്ചാട്ട് എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ നാഥൻ നമ്മെ ചേർക്കുവാൻ അതിവിദൂരമല്ല. അതുകൊണ്ട് വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. ആമേൻ ഹല്ലേലൂയ. ഈ ഭൂമിയില് ദൈവം നമ്മുടെ ആമേ ആയുസ് ആമേൻ നമ്മെ നോടി നേരത്തേക്ക് നൽകി തന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ഹിതപ്രകാരം നമുക്കൊന്ന് ജീവിക്കുവാൻ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. പാപത്തോട് നമുക്ക് വിട പറയാ. ഹല്ലേലൂയ. പാപമംഗുലമായ ഒരു ലോകത്ത് ഓരോ ദിവസവും അതിന്റെ കാഠിന്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തില് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവില് അനിന്യരും പരമാർത്ഥികളുമായി നിന്നുകൊണ്ട് ഹല്ലേലൂയ എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ ഓടുവാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നീ ജയാളിയാ. നീ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയോ? അതുകൊണ്ട് യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാ. അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. നിന്റെ കുടുംബത്തെ ഓർക്കുന്ന ദൈവമാ. നിന്റെ യാത്രയെ ഓർക്കുന്ന ദൈവമാ. നിന്റെ ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം അവൻ ഓർക്കുന്ന ദൈവമാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.